യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 7 കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. 1. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതുന്ന സമയത്ത് ചോദ്യപേപ്പറിൽ തന്ന ഭാഗങ്ങൾ ആൻസർ ഷീറ്റിലേക്ക് പകർത്തുകയും ബ്ലാങ്ക് ആയ ഭാഗത്ത് നിങ്ങൾ എഴുതുന്ന ഉത്തരത്തിന് അടിവരയിടുകയും ചെയ്യുക. മൊത്തം എഴുതാതെ ഉത്തരം മാത്രം എഴുതിയാലും മാർക്ക് കിട്ടും. ഏറ്റവും നല്ലത് മൊത്തം എഴുതി ഉത്തരത്തിൻ്റെ ഭാഗം ഏതാണോ അവിടെ അടിവരയിടലാണ് ഏറ്റവും നല്ല രീതി. രണ്ടാമത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം, മാർക്കിനനുസരിച്ചുകൊണ്ടാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. 2 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ 4 അല്ലെങ്കിൽ 5 വരിയാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. അതിൽ തന്നെ നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, പോയിൻ്റുകൾ ആദ്യം എഴുതാൻ വേണ്ടി ശ്രമിക്കുകയും വേണം. മൂന്നാമത്തത്, 4 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണെങ്കിൽ, 4 മാർക്കിൻ്റെയോ അല്ലെങ്കിൽ 5 മാർക്കിൻ്റെയോ ചോദ്യങ്ങളാണെങ്കിൽ 1.5 പുറം എഴുതണം. അഥവാ ഒരു ഷീറ്റും ഒരു ഷീറ്റിൻ്റെ അരഭാഗവും എഴുതിയാലേ നമുക്ക് ആ ചോദ്യത്തിൻ്റെ ഫുൾ മാർക്കായ 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് ലഭിക്കുകയുള്ളൂ. എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 4 പേജ് നിർബന്ധമായും നമ്മൾ എഴുതണം, എങ്കിലേ ഫുൾ മാർക്ക് കിട്ടാനുള്ള സാധ്യതയുള്ളൂ. അതേസമയം ഫങ്ഷണൽ ഗ്രാമർ പോലെയുള്ള വിഷയങ്ങളാണെങ്കിൽ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഒരുപക്ഷെ 4 പേജ് എഴുതാൻ കഴിയണമെന്നില്ല. അപ്പോൾ ചോദ്യത്തിനനുസരിച്ച് എഴുതണം. ബാക്കിയുള്ള ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ് പോലെയുള്ള വിഷയങ്ങളൊക്കെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ 4 പേജ് നിർബന്ധമായും നമ്മൾ എഴുതിയെങ്കിലേ ഫുൾ മാർക്ക് കിട്ടാനുള്ള സാധ്യതയുള്ളൂ. അഞ്ചാമതായി, ആദ്യം തന്നെ ഒരിക്കലും നമ്മൾ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എഴുതരുത്. കാരണം എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എഴുതാൻ സമയമെടുത്താൽ ബാക്കിയുള്ള ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ തന്നെ ഒരുപക്ഷെ നമുക്ക് സമയം കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും ആദ്യം തന്നെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എഴുതാൻ വേണ്ടി ശ്രമിക്കരുത്. ആറാമത്തെ കാര്യം, പലപ്പോഴും ഓവറായി മാർജിൻ നമ്മുടെ ആൻസർ ഷീറ്റിൽ നമ്മൾ വരയ്ക്കാറുണ്ട്. മാർജിൻ വരയ്ക്കുന്നുണ്ട് എങ്കിൽ ഒരു സൈഡിൽ മാത്രമേ നമ്മൾ മാർജിൻ വരയ്ക്കാൻ പാടുള്ളൂ. പലരും 4 ഭാഗത്തൊക്കെ മാർജിൻ വരയ്ക്കാറുണ്ട്. അത് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. ഏഴാമത്തെ കാര്യം, എല്ലാ ചോദ്യങ്ങളും നാം അറ്റൻഡ് ചെയ്യണം. അറിയാവുന്ന രീതിയിൽ ഉത്തരത്തിൻ്റെ അറിയാവുന്ന ഭാഗങ്ങൾ വെച്ചുകൊണ്ട് എല്ലാ ചോദ്യങ്ങൾക്കും നമ്മൾ ഉത്തരം എഴുതണം. കാരണം വാല്യുവേഷൻ സമയത്ത് ഓരോ ചോദ്യത്തിൻ്റെയും മാർക്ക് രേഖപ്പെടുത്താനുള്ള പ്രത്യേക ഷീറ്റുണ്ട്. ആ ഷീറ്റിൽ ഓരോ ചോദ്യത്തിനുമുള്ള മാർക്ക് രേഖപ്പെടുത്തും. അതുകൊണ്ട് ഉത്തരത്തിൻ്റെ ചെറിയ ഭാഗങ്ങളെങ്കിലും അറിയാമെങ്കിൽ ആ ഉത്തരം നിർബന്ധമായും അറ്റൻഡ് ചെയ്യണം. ഒരു ചോദ്യവും നമ്മൾ ഒഴിവാക്കി കളയരുത്.